രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനമെന്ന് NCPS സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്പളയ്ക്കൽ. NYCS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസത്തെ ചെറുക്കുക, ദേശീയതയുടെ കാവലാളാകുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് NYCS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തിയത്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന ദിനാചരണ പരിപാടി NCPS സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്പളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാർ രാജ്യപ്പെട്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള നയ സമീപനവുമായിട്ടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മോദി ഗവൺമെന്റ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി 400 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയും. അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഭരണഘടന ഉപേക്ഷിക്കുകയും RSSന്റെ NCPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണി രാജ്യത്ത് സടപുറം എഴുന്നേൽക്കുകയും ആ ഇന്ത്യ മുന്നണി ശക്തമായി ഉയർത്തെഴുന്നേൽക്കുകയും രാജ്യത്തെ ഒരു പ്രധാന പ്രതിപക്ഷ മുന്നണി ഇന്ന് രൂപപ്പെട്ടു വരികയും സാഹചര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ വർഗീയത, ഒരു തീവ്രവർഗീയത ഇന്ത്യയിലെ ജനങ്ങൾ അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് അവിടെ രാമന്റെ പേരിൽ സ്ഥാപിച്ച ഫാസിസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ BJP ഭരണ തോൽവിയാണ് രാജ്യത്തെ ജനങ്ങൾ നൽകിയത്. രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ES മനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ അഭിലാഷ് PJ, ജോസ് വഴുതനപ്പള്ളി, ലാലു ചക്കനാൽ, അഖിൽ PS, വിഷ്ണു, ആരോമൽ CR തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, MT News. Al Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.